വണ്ടി ഇപ്പോൾ ഒരു സ്ഥലത്ത് വളക്കണമെങ്കിൽ പോലും ബേക്കോട്ട് തള്ളിയിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്. ഇൻസ്റ്റാഗ്രാം യൂട്യൂബർ എല്ലാം ഉണ്ട്. നിർത്തുകോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞങ്ങളങ്ങനെ അടുത്ത യാത്ര തുടരുകയാണ്. ഞങ്ങളിന്ന് യാത്ര തിരിക്കുന്നത് കോയമ്പത്തൂരിലേക്കാണ്. വെറുതെ ഫ്രീ ആയിട്ട് നമ്മൾ കോയമ്പത്തൂർ കാണാനുള്ള ആഗ്രഹം. നമ്മുടെ ഇൻട്രോവേർട്ട് വണ്ടിയിലുള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. ബഹുമാന വ്യക്തിയുണ്ട്, ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം. ഇവരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നമ്മുടെ കൊല്ലിച്ചേട്ടൻ. അവൻ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂലെന്നാണ് അവൻ മൊഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇതാണ് ഞങ്ങളുടെ സാരഥി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. കുലിക്കടി മിഷൻ സക്സസ്ഫുൾ. എന്തൊക്കെ വന്നാലും ഫ്രണ്ട് സീറ്റ് തരിക എന്ന് പറഞ്ഞ് കാണുന്ന കൊല്ലിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫ്രണ്ട് സീറ്റ് എനിക്ക് എന്നെ വേണമെന്ന് പറയുന്നത്. ഹേ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരെത്തി. ഇന്നലെ നൈറ്റുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇവിടെ മോർണിംഗ് തൊട്ടുള്ള വ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചില്ല ഗൈസ്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അങ്ങനെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് വന്നതാണ്. ഗൈസ്, ഞങ്ങളിപ്പോൾ ഉക്കടാണുള്ളത്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോൾ കടയുടെ മുന്നിലൊരു പ്രായമായ അമ്മ. നമുക്ക് വീട്ടിൽ അമ്മയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഗൈസ്. അവിടെ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ നാട്ടുകാരുടെ വലിയ കടയുടെ മുന്നിൽ തന്നെ ഒരു ചായ വാങ്ങിച്ചിട്ട് ആരും വാങ്ങിക്കില്ല. പക്ഷേ ഞങ്ങൾ ചായ വാങ്ങിക്കൊടുക്കേണ്ട പറയല്ല ഗൈസ്. ഭൂമിയിലുള്ള നമ്മൾ കാരണം കാണിച്ചാൽ മേലെയുള്ള നമ്മളോട് കാരണം കാണിക്കും. എല്ലാവരും ഓർത്തിരുന്നാൽ നല്ലത്. നാളെ അമ്മയുടെ അവസ്ഥ നമുക്കും വന്നുകൂടാന്നില്ല ഗൈസ്. അപ്പോൾ പോണേ, ബാക്കിയുണ്ടെങ്കിൽ ഉക്കടത്തിറക്കാം. ഗൈസ്, നമ്മളങ്ങനെ പൊളി മാർക്കറ്റിലെത്തി. ഉക്കട മാർക്കറ്റ് എന്നൊക്കെ പറയും. ഗൈസ്, ഞങ്ങളങ്ങനെ ഒരു സാധനം എടുക്കാൻ സ്പെയർ എടുക്കാൻ വന്നായിരുന്നു. നോക്കുമ്പോൾ ഇവിടുത്തെ മാർക്കറ്റിൽ അതില്ല. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറമായിട്ട് മേട്ടുപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകണം. പഞ്ചറല്ലേ ഗൈസ്? പണി കിട്ടി, ടയർ പഞ്ചർ. മാറ്റിയിട്ട് ഗൈസ്, അങ്ങനെ വണ്ടിക്ക് അടുത്ത പണി കിട്ടി. വണ്ടിയുടെ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും റിവേഴ്സ് ഗിയറും പോയി. ഫസ്റ്റ് ഗിയറിലിടുമ്പോൾ തേർഡ് ഗിയറും, അതേപോലെ സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ ഫോർത്ത് ഗിയറാണ് വീഴുന്നത്. ഗൈസ്, അങ്ങനെ വണ്ടി പെട്ട്. വണ്ടീൻ്റെ റിവേഴ്സ് ഗിയർ ഇല്ല. വണ്ടി ഇപ്പോൾ ഒരു സ്ഥലത്ത് വളക്കണമെങ്കിൽ പോലും ബേക്കോട്ട് തള്ളിയിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്. നമ്മളെ കൂടെയുള്ള അമൽ എന്ന് പറയുന്നവൻ മെക്കാനിക്കാണ്. അപ്പോൾ ഗിയറിൻ്റെ സെലക്ടർ പോയെന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു സ്പെയർ പാർട്സ് കടയിൽ വന്നിട്ട് ഗിയറിൻ്റെ സെലക്ടർ വാങ്ങിയിട്ട് നമ്മൾ ഗിയറിൻ്റെ നോബിൻ്റെ അടുത്ത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്ന് ഈ ബുഷ് കണ്ടോ? അത് പോയാല് വണ്ടി വീഴുന്ന ബുഷ് ഇത് കണ്ട സെലക്ടർ ബുഷ് കണ്ടോ? ഇത് ഫസ്റ്റും സെക്കൻഡും തേർഡും പിന്നെ റിവേഴ്സും ഇതിനകത്ത് വരുന്നത്. ഗൈസ്, അങ്ങനെയുള്ള വണ്ടി റെഡിയായി. ഗൈസ്, ഞങ്ങളിങ്ങനെ വണ്ടി വരുമ്പോൾ വയ്യോര കച്ചവടത്തിൽ ഇങ്ങനെ പാവകൾ വെക്കുന്ന കണ്ടപ്പോൾ
ഒന്ന് സൈഡാക്കിയതാണ്. ഗേസ് വൈഫിനെ വീഡിയോ കോൾ ചെയ്ത് എന്ത് വാങ്ങണമെന്ന് ചോദിച്ച് ചെടി വാങ്ങുന്ന കെയറിങ് ഹസ്ബൻഡിനെയാണ് ഈ കാണുന്നത്. ഗേസ് ഭാര്യ 8ാം മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇപ്പോഴേ കുട്ടിക്കുള്ള സാധനം വാങ്ങി വെക്കുന്ന കെയറിങ് ഹസ്ബൻഡിനെയാണ് ഈ കാണുന്നത്. ഇത് കെട്ടി വെക്കണം, അല്ലെങ്കിൽ മൊത്തം ചെളിയാവും. അതാണ് എനിക്ക് ഇത് പ്ലാസ്റ്റിക് കവർ ഗെയ്സ് അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് മേട്ടുപ്പാളയം കൊട്ടയിലെത്തി. ഇവിടെ വണ്ടീൻ്റെ ഒരു സ്പെയർ പാർട്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പാർട്സിൻ്റെ ബോഡി പ്രീവിയസ് മോഡലുണ്ടോ അവിടെ? ഗെയ്സ് ഇതെല്ലാ റോഡുകളിലും പോയാലും മൊത്തം സെക്കൻഡ് സാധനങ്ങളും ഫ്രഷ് സാധനങ്ങളുമായിട്ടുള്ള ഷോപ്പ് തന്നെയാണുള്ളത്. അവിടെയൊക്കെ ഫുള്ള് ഫ്രഷ് സാധനം കിട്ടുന്ന കടകളാണ്. ഇവിടെ പിന്നെ എല്ലാ വണ്ടീൻ്റെ എൻജിനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഗിയർ ബോക്സ് എല്ലാം, ബൊലേറോ, സ്കോർപ്പിയോ അങ്ങനെ മുതലായ എല്ലാ വണ്ടീനും ഉണ്ട്. എയറോണുകൾ, വീൽ കപ്പുകൾ, ലൈറ്റ് എല്ലാത്തിനും അത്യാവശ്യം ചെറിയ റേറ്റേ ഉള്ളൂ. നമുക്ക് വേണ്ടത് വെച്ചാൽ നമ്മുടെ വണ്ടീൻ്റെ സൈലൻസറാണ്. സൈലൻസർ തപ്പിയാണ് നമ്മൾ നടക്കുന്നത്. കിട്ടിയോ? എത്രയാ? അത് നമ്മുടെ വണ്ടിക്ക് പറ്റുന്നില്ല. അത് ഒരു മിനിറ്റ് വരുന്നു. കേസ് അങ്ങനെ നമുക്ക് വേണ്ട സാധനം കിട്ടി. ഇതാണ് നമ്മുടെ സൈലൻസർ. കേസ് ഇതാണ് നമ്മുടെ ഓൾഡ് സാധനം നമ്മൾ കൊണ്ടുവന്നത്. ഇതാണ് പുതിയ സാധനം. നമ്മൾ ഓൾഡ് ഒരു ഡെമോയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, ഇവിടെ കാണിച്ചു കൊടുക്കേണ്ടിയിട്ട്. അവനത് അവിടെ ഫണ്ടൊക്കെ സെറ്റായി കൊടുത്തോണ്ട് കാണും. എടാ ഇനി ഇവിടെ ചോദിച്ചു നോക്കിയില്ല ഗ്രില്ലുണ്ടോ? എന്നാടാ എന്നാടാ ഞാനിവിടെ ഡീല. ഇത് പൊളിക്കാനുള്ളതല്ല കേട്ടോ, അത് പൊളിക്കാനുള്ളതല്ല, ഇതും പൊളിക്കാനുള്ളതല്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതൊക്കെ പൊളിക്കാൻ കിട്ടിയാണോ ഗവൺമെന്റിന് വേണ്ടി? അത് കസ്റ്റമറുണ്ട്, ഈ ജീപ്പും കസ്റ്റമറുണ്ട്, DA വണ്ടി. ഇതും പൊളിക്കാനുള്ളതല്ല. ഇത് 20,000 രൂപ. നീ ഇവിടുത്തെ പാർട്ട്ണറായോ? ഇത് 35,000 രൂപ. അണ്ണേ ഈ എന്താ സാധനം എவ்வளோ റേറ്റ്? ഇതൊക്കെ നീ ഒരു 40 രൂപ. 40 രൂപയാ? 40 രൂപ ലാസ്റ്റ് റേറ്റ് എടുത്തിട്ടു. അണ്ണേ നമ്മൾ 45,000 രൂപ. ചേസ് വിത്ത് വിത്താത്ത ഏസ്. ഇതും ബോഡി ഇല്ല, കൊട്ടയില്ല, തൊട്ടില്ലയാ? ഇല്ലില്ല. നീ ബാക്കി എടുക്ക. 30,000 രൂപ. 30,000 രൂപ. ഇതൊക്കെ 50,000 രൂപ. 50,000 രൂപ പൊളി സാധനം. ഇത് 2 വീൽ ഡ്രൈവ്. 2 വീൽ ഡ്രൈവ്. വണ്ടിക്ക് ഏരിയയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എടുത്ത് നോക്കി നോക്ക് കവർന്ന്. ഇത് അഡ്ജസ്റ്റ് വലിയ ഐറ്റം വേണ്ട, വലിയ ഐറ്റം ബോറാ. ഫൈനൽ റേറ്റ് അണ്ണേ ഫൈനൽ റേറ്റ് സ്പെഷ്യൽ ആൾക്കാരെത്തി. വണക്കം. ഈ സോസിന് കിട്ടിയ സാധനം കത്തുവന്ന് ഇവിടുന്ന് കടയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഷിബിൻ. ഇത് ചേട്ടൻ കൊണ്ട് കത്തിച്ച് നോക്കാനുണ്ടോ? കത്തി കത്തി അത് ഇത്രയും പാനി കിടക്കണ പാനി
ഒട്ടുണ്ടോ? നല്ല ഇട്ടുണ്ട്. നല്ല ഓട്ടം ഉണ്ട്. அண்ணா இந்த ஏர் லாஸ்ட் எவ்வளோ ரேட்டுண்ணா? அதான் 250. அண்ணா கேரளாவில் வாங்கி கொடுக்குறதா இருக்குங்களா? இந்த பக்கம் கேரளாவில் எவ்வளோ கிலோமீட்டர் ஓடி இந்த பக்கம் வந்து மற்றவங்களுக்கு நான் 300 ரூபாய்க்கு தந்துருவேன். இந்த மாதிரி பேசுறேண்ணா. ஏங்க இது என்ன 3000 ரூபாய் போடலாம்? ஏங்க 3000 ரூபாய் போடலாங்க இது. அண்ணா வந்து 2000 ரூபாய்க்கு கொடுக்குறது. இதுவே அண்ணா இந்த கட்டோட நஷ்டத்துல போட்டாண்ணா. கரெக்டா பேசுறேன். அடிச்சு பாருங்க. பாருங்க இங்க இருங்க. எவ்வளவு கிடைக்க போகுது இதுல? இதுல எவ்வளவு கிடைக்க போகுது? 250 கொடுங்க. அது இந்த மாதிரி பேசாதண்ணா. ஏங்க இதெல்லாம் நான் வித்தேன்னா எனக்கு ஒரு நாளைக்கு 2 போகுது. முடியாதுங்க. இல்லைங்க நான் வாங்க மாட்டேன். ஜிபே பண்றேன்னா. ஜிபே பண்றீங்களா? எவ்வளவு போட்டிருக்கீங்க? 120 ரூபா. 120 தம்பி. மீதி 130 ரூபா போடுங்க. 150 தான். ஐயோ இந்தாங்க. 180 தான் போடுண்ணா. ஐயோ வராதுங்க. நீங்க கொடுங்க. எவ்வளவு போட்டுக்கிறீங்க? இப்போ 50 ரூபாயா? 170 ரூபாய்ங்களா? இன்னொரு 50 ரூபா போட்டுருங்க. இனி 50. ஐயோ வராது. நான் ஓனர்ட்ட என்னால பதில் சொல்ல முடியாது. இந்தாங்க அமௌண்ட் வச்சுக்கோங்க. இந்தாங்க அமௌண்ட் வேணா நான் ரிட்டர்ன் பண்ண வைக்கிறேன். ஒரு 25 இருக்குங்களா? அது போதும். അമൗണ്ട് വേണോ ഞാൻ റിട്ടേൺ പണ വെക്കുന്നത്. മൂപ്പര് പറയുന്നത് ഇവിടെ ഒരുപാട് പേര് ഷോപ്പിൽ എന്തെങ്കിലും ഇതുപോലത്തെ ഒരുത്തൻ ഈ ഷോപ്പ് കയറിയില്ല, ചത്താലും മറക്കാൻ മാട്ടേന്ന് പറഞ്ഞേ, മൂഞ്ചിയ ഫേസ് എന്ന് പറഞ്ഞേ. അടിപൊളി എയറാണ്, കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടങ്ങ് എടുക്കുന്നു. സൗണ്ട് ഓക്കെ. ഇൻസ്റ്റാഗ്രാം ഇത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബർ എല്ലാം ഉണ്ട്. കടക്ക് പ്രൊമോഷൻ, செல்ஃப் மோட்டு டைனமோ எதாக இருந்தாலும் கான்டாக்ட் பண்ணுங்க. கொரியர் சர்வீஸ் இருக்கா? ஒன்றும் பிரச்சனை இல்லை. வேற உங்க பேஜ் என்ன பேஜ் அடிச்சுக்கோங்க பார்க்கலாம். இதில் எல்லாமே நீங்கள் போட்டு இது பண்ணுறது വീഡിയോ വരും അണ്ണേ. അണ്ണനെല്ലാം യൂട്യൂബിൽ ഇടും. വർക്ക് ചെയ്യുമോ അണ്ണ? അന്ന് വർക്ക് ചെയ്തെടുത്തോട്ടോ, ആ വർക്ക് ചെയ്യിപ്പിച്ചെടുത്തു. ഒന്ന് അടുപ്പിച്ച് കേൾപ്പിക്കോ? நான் உங்களுக்கு செக் பண்ணி காமிச்சறேன். ഓക്കെ. പണ്ടത്തെ ബസ്സിന്റെ വിൽക്കാനുള്ള സാധനം അതിനകത്ത് തന്നെ ഉണ്ട്. സെറ്റ് അടക്കടാ, ഇതൊരു സെറ്റാ, പൈപ്പടക്കം എല്ലാ സെറ്റും ഇതിനകത്ത് തന്നെയുള്ള. ആ കൊടുത്ത് നോക്കി നോക്കാം, സെറ്റപ്പ് നോക്കി വെച്ചു. അത് കാണാനൊരു വീഡിയോ എടുത്ത് വെച്ചോ. ഇവനെ നോക്കിയാണോണോ? 1800 പറഞ്ഞ സാധനം പേശി 900 റുപ്യക്ക്. அப்புறம் அந்த 2 பேரும் சண்டை போடுவோம் டிரைவர் வந்தா அப்படின்னா நம்ம கடையில் உட்காந்துக்கோ. அப்படி என்னென்ன இருக்கு எல்லாத்தையும் வீடியோ போட்டுருவோம். அப்படி அப்படிதான் அவருக்கு இன்னொருத்தருக்கு சண்டை வந்துட்டே இருக்கும். அதனால எல்லாமே வந்திருக்கும். கட் அவுட்ரு நீங்க வேணா போட்டுக்கலாம், ஆனா இதே சவுண்ட் தான் அடிக்கும். இன்னொன்னு நீங்க ஃபிட் பண்ணும்போது இந்த இது வந்து ரொம்ப அந்த கிளாம்ப் எடுத்து நீங்க ஃபிட் பண்ணுவீங்க பாத்தீங்களா, ரொம்ப இப்படி தூக்குன மாதிரி இருக்க கூடாது, கொஞ்சம் இப்படி. ஏன்னா ரெயின் அந்த உள்ள அப்பதான் அப்புறம் நீங்க இந்த மாதிரிலாம் ஃபிட் பண்ணிக்கீங்க. சும்மா டேப் வந்து லைட்டா இந்த இடத்துல எல்லாம் போட்டு கொஞ்சம் இங்கெல்லாம் போட்டீங்கன்னா அந்த மழை தண்ணி எல்லாம் உள்ள போகாம இருக்கும். சரிங்களா? அப்போ உங்களுக்கு லாங் லைஃப் வரும். அது ഇവിടെ എല്ലാം ഇൻസുലേഷൻ കൊടുത്തിരിക്കുന്നു. യു நீங்க அங்க போய் வெட்டிக்கோங்க. ഗയ്സ് എയറോൺ ചിക്കിയാണ്. നിർത്തുങ്കോ. അടിപൊളി ഗയ്സ്. അത് എയറോഡ് ഗയ്സ്, ഞാൻ നേരത്തെ കാണിച്ച സൈലൻസർ ഈ വണ്ടീൻ്റെ സൈലൻസറാണ്. ഈ ആക്സിഡൻ്റ് ആയ വണ്ടീൻ്റെ സൈലൻസറാണ് നമ്മൾ വാങ്ങിയത്. നല്ല വെയിലല്ലേ? അതന്നെ വേർത്ത് കുടിച്ച്. എടാ അങ്ങനെ ആൾക്കാരെല്ലാം വെച്ചാൽ ഭയങ്കര യൂട്യൂബറാന്ന് പറഞ്ഞത്. ചങ്ങായി പ്രൊമോഷനല്ല, ചങ്ങായിന് കാർഡൊക്കെ തന്ന് എനിക്ക് ഫോണൊക്കെ തന്നിട്ടൊന്ന് യൂട്യൂബിൽ അടിയെന്നല്ല പറഞ്ഞു. സീന് നല്ല വെയിലാണ് ഗെയ്സ്. അങ്ങനെ അമ്മാൻ്റെ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞുകൊണ്ട് നാലാളും കൂടെ പെട്ടെന്ന് തീരുമാനിച്ചൊരു പോക്ക്. അന്ന് മൈസൂർ പോയല്ലേ, പെട്ടെന്ന് ഒറ്റ മൈൻഡിലൊരു പോക്ക് ഊട്ടിക്ക്. അപ്പം
ഊട്ടിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഈ വീഡിയോ തന്നെ ഭയങ്കര ലെന്തായിട്ടുണ്ട്. ഈ കോയമ്പത്തൂരിൻ്റെ വീഡിയോ ഇവിടെ കഴിയാണ്. ബാക്കി ഇന്ന് പോകുന്നതും നാളത്തെ ഊട്ടിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.